ഹലോ ഡിയേഴ്സ്, പലതരത്തിലുള്ള യോനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലതരത്തിൽ ഡിസൈനിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള യോനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ അതേതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള യോനികൾ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് പല ആണുങ്ങൾക്കും ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ്. ഇപ്പോൾ ലിംഗം ശരിയായ രീതിയിൽ ഉദ്ധരിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ലിംഗം കയറ്റുന്ന സമയത്ത് അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകുന്നത്, ഇതൊക്കെ പലതരത്തിലുള്ള, ഒന്നെങ്കിൽ ആൽക്കഹോളോ അല്ലെങ്കിൽ നിങ്ങൾ സ്മോക്കിംഗ് ചെയ്യുന്നതിലൂടെയോ അതോ അല്ലെങ്കിൽ ഒബീസിറ്റി മൂലമോ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നല്ല രീതിയിൽ ഹെൽത്തി ആക്കിക്കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിലോ, ഉദാഹരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു വെൽനസ് പ്രൊഡക്റ്റ് ആണ് മാൻഷുവറിന്റെ അപ്രൈറ്റ് സപ്ലിമെന്റ്. എന്തുകൊണ്ടാണ് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ട്, ഒരു തരത്തിലുള്ള അഡിറ്റീവ്സും ഇല്ല, കെമിക്കൽസും ഇല്ല, സേഫ് ആണ് ഉപയോഗിക്കുന്നത്. ആയുർവേദ ഫിലോസഫി അനുസരിച്ച് നിർമ്മിക്കപ്പെട്ടതാണ് ഇത്. നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഒക്കെ ലിംഗത്തിലേക്ക് എത്താനും കൂടുതൽ നേരമൊക്കെ ലൈംഗത്തിൽ ഏർപ്പെടാനും സ്ട്രോങ് ആയിട്ട് നിൽക്കാനും സഹായിക്കും. 100% പ്യൂർ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയുണ്ട്. അത് മാത്രമല്ല ഇതിൽ GMB, ISO, ആയുഷ് സർട്ടിഫൈഡ് ഉണ്ട്, സേഫ് ആണ് ഉപയോഗിക്കാൻ. അകാകര, ജയ്പല, അശ്വഗന്ധ, ലങ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയന്റ് അടങ്ങിയിട്ടുള്ള, ജിൻസംഗ് പോലുള്ള എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ പ്രൊഡക്റ്റ്. വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെൽനസ് ആണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഗുളിക കഴിക്കുന്നവരാണെങ്കിൽ, ഹൃദയ സംബന്ധമായ BP സംബന്ധമായിട്ടുള്ള കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണിച്ചിട്ട് വേണം നിങ്ങളിത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഇത് ബ്ലഡ് ഫ്ലോ കൂട്ടല്ലേ ലിംഗത്തിലോട്ട്, അപ്പൊ അത് ഒരു ഇഷ്യൂ ആയിട്ട് BP ഒക്കെ ഉള്ളവർക്ക് പ്രശ്നമാകത്തില്ലേ. അപ്പോൾ ബാക്കിയെല്ലാം സേഫ് ആയിട്ടുള്ള ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള യോനികൾ ഏതൊക്കെയാന്ന് നോക്കാം. പിക്ക് കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ചിലപ്പോൾ ഇത് ഡിലേറ്റ് ആയി തന്നെ പോകും. നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ എന്ന് വിചാരിക്കണമെന്നില്ലല്ലോ. ഒന്നാമതായിട്ട് യോനിയിൽ നിങ്ങളൊരു യോനി കാണുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കുമ്പള പോലെ ചുവന്നോ അല്ലെങ്കിൽ വൈറ്റ് കളറിലോ ഒക്കെ കുരുക്കൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ചൊറിച്ചിൽ, അതായത് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ ഒരു തരത്തിലുള്ള ഓറലോ ഒന്നും ചെയ്തേക്കരുത്, ഒരു കോണ്ടാക്റ്റും വെച്ചേക്കരുത്. കാരണം ചിലപ്പോൾ അവർക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ പകരം അവരുടെ വായിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ പകരം ചാൻസ് ഉണ്ട്. ഇത് ഹെർപ്പസ് ആണ്, അത് വൈറസ് ആണ്, അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഓറയൊന്നും ഉപയോഗിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ അവരുടെ തൊടകളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ തുടക്കമായിരിക്കും ഒന്നങ്ങനെ കുത്തുണ്ടാവുള്ളൂ. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചിലപ്പോൾ അവർ ഷേവ് ചെയ്തിട്ട് വന്ന് മുറിവാന്നൊക്കെ പറഞ്ഞേക്കാം, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം ഓടിക്കോ. അതുപോലെ വേറൊന്നാണ് ഗൊനേറിയ. ഇത് അതിലൂടെ യോനിയിലൂടെ ഒരു ഡിസ്ചാർജ്, ഭയങ്കര സ്മെല്ലായിരിക്കും, അവർക്ക് ചൊറിച്ചിലുണ്ടാകും. അത് മാത്രമല്ല അവർക്ക് മൂത്രയ്ക്കും വേദന ഉണ്ടാകും. അതുപോലെ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും അവർക്ക് ബ്ലീഡിങ് ഒക്കെ, അതായത് പീരീഡ്സ് ടൈമിന് മുമ്പ് തന്നെ ബ്ലീഡിങ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ശ്രദ്ധിച്ചേക്കണം. ഗ്രീന്, യെല്ലോ, വൈറ്റിലൊക്കെ ഡിസ്ചാർജും ഇങ്ങനെ വരും, ഭയങ്കര മണമുള്ള ഡിസ്ചാർജ് ഗൊനേറിയാണ്. ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, എന്നാലും അത് ഭയങ്കര ഡേഞ്ചറസ് ആയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അങ്ങനെ സിഫിലിസ്, ഇത് വായിലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ലിംഗത്തിന്റെ അല്ലെങ്കിൽ യോനിന്റെ ചുറ്റും, അതുപോലെ മലദ്വാരത്തിന് ചുറ്റും, ഇങ്ങനെ അവര് അത് എന്ന് പറഞ്ഞാൽ ചെറിയ കുരുക്കളോ ചിലപ്പോൾ നോട്ടീസബിൾ ആയിരിക്കില്ല. അത് ഭയങ്കരമായിട്ടുള്ള ഇൻഫെക്ഷനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇങ്ങനെ തടിച്ചിങ്ങനെ വലിയായിട്ടൊക്കെ ഇങ്ങനെ കാണും, ശ്രദ്ധിക്കണം. ഓറിലൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവും കേട്ടോ. ഇത് ബ്ലിസ്റ്റർ പോലത്തെ ഒരു സോറാണ് ഉണ്ടാവുക കേട്ടോ. അടുത്താണ് ക്ലമഡിയ. ഇതും അത് മൂത്രമൊഴിക്കാൻ വേറെ ഉണ്ടാവും, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ഭയങ്കരമായിട്ട്. ഇത് കുട്ടിക്ക് വരെ ഉണ്ടാകാം, ഗർഭിണികൾക്കൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതാട്ടോ. അടുത്താണ് ജെനിറ്റൽ വാർഡ്സ് ഒക്കെ. ഇതാകുമ്പോൾ അരിമ്പാറ പോലെ നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തൊക്കെ ഇങ്ങനെ ചിലർക്ക് വരും, ചിലർക്ക് അത് ഉണ്ടാവില്ല. അത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് പുറത്ത് സിംറ്റം ആയിട്ടൊന്നും കാണിക്കത്തില്ല, അങ്ങനെ ഒരു ഇച്ചിങ്ങോ ചെറിയ പ്രശ്നങ്ങളായിട്ടേ കാണിക്കുള്ളൂ. പക്ഷെ അവരുടെ ശരീരത്തിൽ അത് ഉണ്ടാകും. ഇപ്പോൾ ചിലത് ഒട്ടും സിംറ്റം ഉണ്ടാവില്ല, പക്ഷെ ആൾക്കാർക്ക് അത് ഉണ്ടാവും. ഈ ജെനിറ്റൽ വാർഡ്സ് ഒക്കെ അല്ലെങ്കിൽ HIV പോലുള്ള, ചിലപ്പോൾ അവർക്ക് തന്നെ അറിയില്ല ഞാൻ ഇൻഫെക്റ്റഡ് ആണോ എന്ന് അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ എന്താണ് ഞാൻ പറയുന്നത്, ഈ ഉറകളൊക്കെ ഉപയോഗിച്ചാലും അതിലും വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്താൽ അത് ഏറ്റവും നന്നായിട്ട് അറിയാം. നമ്മൾ അത്രയധികം സ്നേഹിക്കുന്ന വിശ്വാസമുള്ള ഒരാളിൽ, അതുപോലെ തന്നെ അവരും അത് തിരിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരാളിൽ
ലൈംഗികബന്ധം ഫിക്സ് ചെയ്യുക. അവര് മതി. ഊണ് പോലെ മുളച്ചു വരുവാണല്ലേ മസാജ് സെന്ററൊക്കെ. എത്രയോ ആളുകൾ ചെറിയ പ്രായത്തിലുള്ളവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ HIV ഒക്കെ ബാധിക്കുക. WHO പറയുന്നത് ഓരോ ദിവസവും 1 മില്യൺ എബോവ് ആണ് ഈ ലൈംഗിക രോഗം ഉണ്ടാകുന്നവരെ കണക്ക് എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് HIV ചെറിയ കുട്ടികളിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പം ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമ്മുടെ പങ്കാളിനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വഞ്ചിക്കുന്നുണ്ടോ, ഉറപ്പായിട്ട് നിങ്ങളെ പങ്കാളി നിങ്ങളെ വഞ്ചിക്കുന്നുണ്ടാവും. അതൊരു യൂണിവേഴ്സൽ ലോയാണ്. അപ്പം നിങ്ങളുടെ പങ്കാളിയിൽ വളരെയധികം വിശ്വസ്തരായിട്ടും അവർ മാത്രമായിട്ട് നിൽക്കും. നിങ്ങൾക്കും അങ്ങനെയുള്ള പങ്കാളിനെ കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്.